മുത്തുനബി ചോദിക്കുകയാണ്, എന്താ ഇവൻ ചെയ്ത തെറ്റ്, എന്താ ഇവൻ ചെയ്ത തെറ്റ്, എന്താണ് ഇവൻ ചെയ്ത തെറ്റെന്ന് ചോദിക്കുമ്പോ പറയുന്നു, റമദാൻ പറയുന്നു, റമദാൻ വന്നിട്ട് മൈൻഡ് ചെയ്തില്ല, പരിഗണിച്ചില്ല. റമദാൻ വന്നിട്ട് ഒരു മൈൻഡും ചെയ്തില്ല, ഒരു പരിഗണനയും കൊടുത്തില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, ഒന്ന് റെക്കമെൻഡ് ചെയ്യോ നബിയേ, ഒന്ന് ശുപാർശ ചെയ്യുമോ നബിയേ. ശുപാർശകരിൽ ഏറ്റവും വലിയ ശുപാർശകനായ, റെക്കമെൻഡിൽ ഏറ്റവും വലിയ റെക്കമെൻഡ് ചെയ്യുന്ന ആളായ നബി തങ്ങളെ റെക്കമെൻഡ് ചെയ്യാനൊരുങ്ങുമ്പോ അതേ റമദാൻ പറയുന്നു, അല്ലാഹ് യാ മുഹമ്മദ് മുസ്തഫ നബിയേ, ഇന്ന ഖസ്മഹു റമദാൻ, ഇന്ന ഖസ്മഹു റമദാൻ, ഇന്ന ഖസ്മഹു റമദാൻ. ഇവൻ റമദാനിനെ പരിഗണിക്കാത്തവനാണ്, ഇവൻ റമദാനിനെ മൈൻഡ് ചെയ്യാത്തവനാണ്, ഇവൻ റമദാനിനെ കളിയാക്കിയവനാണ്, ഇവൻ റമദാനിനെ തമാശയാക്കിയവനാണ്. ഇവന് റെക്കമെൻഡ് വേണ്ട, ശുപാർശ വേണ്ട. അല്ലാഹ് റമദാൻ വന്നിട്ട് പോലും സ്വഭാവം നന്നാക്കാത്തവനാണ്, അതേ ഖൽബ് ശുദ്ധിയാക്കാത്തവനാണ് എന്ന് പറയുമെന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ ഉമ്മ, ഓ പെങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ റമദാനല്ലേ നമ്മളെ മുന്നിൽ ഇത്രയും സമയം വന്നിട്ട്, ഇത്രയും ദിവസം നമ്മളെ മുന്നിലുണ്ടായിട്ട് റമദാനിനൊന്ന് പരിഗണിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മളൊക്കെ റോട്ടിലാണ്, ഷോപ്പിങ്ങിലാണ്. മുത്തുനബി പഠിപ്പിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. മുത്തുനബിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. എന്താണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, നബി തങ്ങളുടെ ഉമ്മത്തിന് വലിയ മുസീബത്ത് വന്നിരിക്കുന്നു. മുസീബത്ത് വന്നതോർത്ത് ഞാൻ കരയുകയാണ്. ഞാൻ മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ആകാശം കരയുന്നു, സൂര്യൻ കരയുന്നു, സൂര്യ നക്ഷത്രാതീത ചന്ദ്രഗോളങ്ങൾ കരയുന്നു, വൃക്ഷതരുലതാദികൾ കരയുന്നു. കടലിലെ മത്സ്യങ്ങൾ മുതൽ കരയിലെ അള്ളാന്റെ പടപ്പുകൾ വരെ, ചെറിയ കല്ല് മുതൽ മുള്ളുമുറുക്കൻ പാമ്പ് മുതൽ അതാ സുബ്ഹാനല്ലാഹ് കല്ല് കാഞ്ഞിര കുറ്റി വരെ കരയുകയാ. എന്തോർത്തിട്ടെന്നറിയുമോ? ആകാശ ലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ കരയുകയാണ്. എന്നിട്ടതാ യാ റസൂലല്ലാഹ്, അയ്യ മുസീബത്തിൻ ഹിയ, ഏതാണ് ആ മുസീബത്ത് എന്ന് നബിക്ക് അറിയണ്ടയോ? അത് നബിയെ ഏതാണ് മുസീബത്ത്? നബി തങ്ങൾ പറയാണ്, ലഹാബു റമദാൻ, ലഹാബു റമദാൻ. റമദാൻ വിട പറയുകയാണ്. റമദാൻ വിട പറയുന്നത് ഓർത്തിട്ട് കരയുകയാണ്. എന്താ കാരണം? പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന രാപ്പകലുകൾ, ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന രാപ്പകലുകൾ, അതേ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാപ്പകലുകൾ, ശിക്ഷയെ തട്ടപ്പെടുന്ന രാപ്പകലുകൾ, ഒരാളെയും ശിക്ഷിക്കാത്ത നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രാപ്പകലുകൾ. ഇതോർത്തിട്ട് കരയുകയാ. ഇതില്ലല്ലോ, ഇനി അടുത്ത കൊല്ലാവണ്ടേ? ഇതുപോലത്തൊരു ദിവസം വരണമെങ്കിൽ അടുത്ത കൊല്ലമാവണ്ടേ എന്ന് ഓർത്ത് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ, ഓർക്കണേ. നാളെ പരിശുദ്ധമായ റമദാൻ അല്ലാഹു തആലാന്റെ മുമ്പിലേക്ക് റമദാനിനെ കൊണ്ടുവരപ്പെടുകയാണ്. കൊണ്ടുവന്നിട്ടതാ എന്താ ചോദിക്കും?
സാധിക്കുന്നത് റമദാനിനതാ ഒരു മനുഷ്യന്റെ രൂപത്തിൽ, നല്ലൊരു മനുഷ്യന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടുകയാണ്, റമദാനിനെ കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ടതാ സുബ്ഹാനല്ലാഹ്, എന്തിനാ കൊണ്ടുവരപ്പെടുന്നത്? അവന്റെ തറാവീഹും അവന്റെ വിത്റും അവന്റെ നോമ്പും അവന്റെ സദഖയും അവന്റെ ഖുർആനുമല്ല അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. പ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, നിന്റെ റമദാനിതാ, നിന്റെ തറാവീഹിതാ, നിന്റെ വിത്റിതാ, നിന്റെ സദഖയിതാ, നിന്റെ നോമ്പിതാ എന്ന് പറഞ്ഞിട്ട് ആ നോമ്പും സദഖയും തറാവീഹും വിത്റുമൊക്കെ കൈപിടിച്ചിട്ട് അവനെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. എവിടേക്ക്? സ്വർഗത്തിലേക്ക്, റയ്യാനാകുന്ന കവാടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. മനുഷ്യ ചിന്തിക്കണേ, മനുഷ്യ ഓർക്കണേ. മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സ് നന്നായി റമദാൻ. അതാ നോക്ക്, ആരുടെ കൽബാണ് നന്നായത്, ആരുടെ സ്വഭാവമാണ് നന്നായത് എന്ന് അല്ലാഹു തആല നോക്കുന്ന ദിവസമാണ് ഈ പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ, അല്ലാഹു റാഹത്താക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അർബഅത്തും മിനശ്ശഖാ, അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അതേ 4 വിഭാഗം പരാജയപ്പെട്ടവരിൽ പെട്ടവരാണ്. ഒന്നാണ് ജുമൂദുൽ ഐന, 2 ഖസബത്തുൽ ഖൽബ്, 3 ബത്തൂലുൽ അമൽ, 4 വൽ ഹിർസു അല ദുനിയാ. ഒന്നാണ് ജുമൂദുൽ ഐൻ. ആരാണ് കണ്ണിൽ ചോരയില്ലാത്തവൻ? എന്താ കണ്ണിൽ ചോരയില്ലാത്തവൻ എന്ന് പറയുന്ന അർത്ഥം? കണ്ണ് ചോരല്ല എന്ന് പറഞ്ഞാല് തീരെ ദയയില്ലാത്തവൻ, അതതിന്റെ അർത്ഥം. കണ്ണ് ചോരല്ല എന്ന് പറഞ്ഞാൽ തീരെ ദയയില്ലാത്തവൻ, അവനെ പറ്റിയാണ് കണ്ണിൽ ചോരയില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, കണ്ണ് ചോരല്ല എന്ന് പറയാൻ കാരണം തീരെ ദയയില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ പരാജയപ്പെട്ടവനിൽ ചിരിക്കൂല, മുഖത്തൊക്കെ എപ്പോഴും ഗൗരവം, പുഞ്ചിരിക്കൂല, തലാഖത്തുൽ വജ്ഹ് ഉണ്ടാവില്ല, ഭാര്യയോട് ചിരിക്കൂല, മക്കളോട് ചിരിക്കൂല. അല്ലേ? എന്നോട് പറയാറുണ്ട് പല ഉസ്താദേ, മക്കൾക്ക് എപ്പോഴും വാപ്പനെ പേടിയാണ്. മക്കൾക്ക് ഭയങ്കര, കല്യാണം കഴിച്ച് കുട്ടികൾ 2-3 ആയി, എന്നിട്ടും വാപ്പനെ പേടിയാണ്. എന്താ വാപ്പ ആരാ? നിങ്ങൾ നോക്ക്, എന്താ വേണ്ടത്? മാതാപിതാക്കൾ മക്കളോട് നല്ല നിലയിൽ പെരുമാറണ്ടേ, നല്ല സ്വഭാവത്തിൽ പെരുമാറണ്ടേ. ഇതെന്റെ മക്കളാണെന്നുള്ള ബോധം വാപ്പക്ക് വേണ്ടേ, ഉമ്മക്ക് വേണ്ടേ? അപ്പോഴല്ലേ സുബ്ഹാന ജല്ല ജലാലു ബറക്കത്തുണ്ടാവുക, സന്തോഷമുണ്ടാകുക. അല്ലേ? അങ്ങനെയല്ല ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് പറയുന്നതാരാണ്? ഖസബത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യമാണ്. അല്ലേ? ഹൃദയ കാഠിന്യം, മക്കളോട് കാരുണ്യമില്ല. മക്കൾക്ക് എന്ത് സംഭവിച്ചാലും, ഒരു അപകടം പറ്റാൻ നമ്മൾ എന്താ, മനസ്സിന് ബേജാറുണ്ടാവില്ല. ഭാര്യക്ക് അസുഖമായി, ഭർത്താവിന് മനസ്സിൽ ബേജാറില്ല. ഭർത്താവിന് അസുഖമായി, ഭാര്യക്ക് ബേജാറില്ല. മക്കൾക്ക് അസുഖമായി, ഇവർക്ക് ബേജാറില്ല. അതാണ് ഖസബത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം. വയലുപോലും പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടാണ് മനസ്സിലേക്കാട്ട് ഏശുന്നില്ല എന്ന് പറയും ചില ആളുകൾ. അയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, തങ്ങൾ പറഞ്ഞാലും കാര്യമില്ല, മൊയിലാര് പറഞ്ഞിട്ടും കാര്യമില്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അയാളോട് ഒരു സംഗതി, ഒരു അണുമണി തൂക്കം അയാൾ മാറൂല. അതെന്താ? ഖസബത്തുൽ ഖൽബ് എന്നാ പറയാ. ഒരു നാട് മൊത്തം പറഞ്ഞു, അല്ലേ? ഒരു നാട്ടിലെ മാന്യന്മാര് മൊത്തം പറഞ്ഞു, അയാൾ മാറാൻ തയ്യാറില്ല. അത് ഖസ്വത്തുൽ ഖൽബാണ്. വതൂലുൽ അമൽ. ആരാണ് ദുരാഗ്രഹമുള്ളവർ? ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ മോശമായ ആഗ്രഹമുള്ളവൻ അവനും പരാജയപ്പെട്ടവനാണ്. 4 വൽ ഹിർസു അല ദുനിയാ. ദുനിയാവിന്റെ മേലെ അത്യാഗ്രഹമുള്ളവൻ,
ദുനിയാവിന്റെ മേലെ അത്യാഗ്രഹം. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, അത് കെട്ടിപ്പടിക്കണം, ഇത് കെട്ടിപ്പടിക്കണം എന്നല്ലാതെ വേറൊരു ചിന്തയും അവനില്ല. അതാണ് ദുനിയാവിന്റെ മേലുള്ള ആഗ്രഹം. നിസ്കാരത്തിലേക്ക് വരാൻ അവന് സമയമില്ല. നേരത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് കൃത്യമായി ജമാഅത്തിന് വന്നിരുന്നു, കൃത്യമായി പള്ളിയിൽ വന്നിരുന്നു, കൃത്യമായി നല്ലതൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ സമ്പത്ത് കൂടിയപ്പോ ദുരാഗ്രഹങ്ങൾ കൂടിപ്പോയി. അങ്ങനത്തെ മനുഷ്യനും പരാജയപ്പെട്ടവനിൽ പെട്ടവനാണ്. ആരാ പറയുന്നത്? നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഹൃദയ കാഠിന്യമെന്നാൽ നീരുറവ വറ്റിപ്പോകലാണ്, മനസ്സിന്റെ അലിവില്ലാതെ പോകലാണ്, മനസ്സിന് യാതൊരു ധൈര്യമില്ലാതെ പോകലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും സൃഷ്ടികളോടുള്ള കാരുണ്യവും അതിനെതിരെ പ്രവർത്തിക്കലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, സൃഷ്ടികളോട് കാരുണ്യം ഉണ്ടാകണം. ഇത് രണ്ടുമില്ലാതിരിക്കലാണ് ഹൃദയ കാഠിന്യമെന്നാൽ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പരിശുദ്ധ റമദാൻ അതാ അതിയെ പോലെ കടന്നു വന്ന റമദാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. റമദാൻ നമ്മെ വിട്ട് പിരിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന് അതാ ഖതീബ് ഖാദിമാർ മിമ്പറിൽ നിന്ന് സലാം പറയുമ്പോ, സുബ്ഹാനല്ലാഹ്, ഏ മുഅ്മിനേ, നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ റബ്ബിന്റെ ചോദ്യം, എന്റെ അടിമ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഓ റമദാന്, ശഹറുൽ റമദാൻ, എന്റെ അടിമ, എന്റെ അതാ മുത്ത് നബിയുടെ ഉമ്മത്ത്, എന്റെ ഹബീബിന്റെ ഉമ്മത്ത് നിങ്ങളെ എങ്ങനെയാ സ്വീകരിച്ചത്? ആദരിച്ചോ? ബഹുമാനിച്ചോ? സ്ഥാനം നൽകിയോ? റമദാനിനോട് റബ്ബ് ചോദിക്കുമ്പോ റമദാൻ മറുപടി പറയുന്നു, യാ റബ്ബി, യാ അല്ലാഹു ജല്ല ജലാല, യാ അല്ലാഹു ജല്ല ജലാല, അൻസൽനി ഫീ അശ്റഫി മവാദിഇ മിൻ നഫ്സി വവളഅല മാഇദത്തി സ്വലാത്തി വത്തറാവീഹ് വകാമ യഖ്ദിമൂനി. റമദാൻ മറുപടി പറയാണ്. എന്താ മറുപടി പറയുന്നത്? ഹറാം ഒഴിവാക്കി, സുബ്ഹാനല്ലാഹ്, ദുശ്ശീലങ്ങൾ ഒഴിവാക്കി. അതാ ഹറാം കണ്ടില്ല, ദുശ്ശീലങ്ങൾ ഒഴിവാക്കി, അവരെനിക്ക് മഹത്വം നൽകി. സുബ്ഹാനല്ലാഹ്, എന്റെ നിസ്കാരം കൊണ്ട്, സുന്നത്തുകളെ കൊണ്ട്, തറാവീഹുകളെ കൊണ്ട് എന്നെ അവരെ സ്വീകരിച്ചു. ഇത്ര 3 11 തറാവീഹ് 20 നിസ്കരിച്ചു. അല്ലാഹ് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചു, ദുഹായിട്ട് നിസ്കരിച്ചു. ഇങ്ങനെ എന്നെ സ്വീകരിച്ചു അല്ലാഹ്, എന്നെ അതാ ആദരിച്ചു അല്ലാഹ്, എന്നെ അതാ ആനന്ദിപ്പിച്ചു അല്ലാഹ്. അവരെനിക്ക് മഹത്വം നൽകിയിട്ടുണ്ട് റബ്ബേ. അപ്പോഴാ പറയുന്നത്, അൽ യൗമ ഉൻസില ഫീ മഖാദി സിദ്ഖിൻ ഇന്ദ മലീകിൻ മുഖ്തദിരിൻ. നബി സല്ലല്ലാഹു അലൈഹി നിന്നെ ബഹുമാനിച്ചവർക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ കൊടുക്കുമല്ലോ, ഞാൻ കൊടുക്കുമല്ലോ. എന്നെ ബഹുമാനിച്ചവർ, എന്നെ ആദരിച്ചവർ, ഖുർആൻ ഖതം തീർത്തവരുണ്ട്, 3, 4, 5 ഖതം തീർത്തവരുണ്ട്, ദിക്റുകൾ അധികരിപ്പിച്ചവരുണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിച്ചവരുണ്ട്, നോമ്പ് തുറപ്പിച്ചവരുണ്ട്, നോമ്പ് തുറ നടത്തിയവരുണ്ട്. ബഹുമാനിച്ചവർക്ക് ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. റമദാൻ പറയുന്നു, അതിഥി തിരിച്ചു പോകുകയാണ്. കാണാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ റമദാൻ ഇതാ പറയാൻ തുടങ്ങി, ഞാൻ നാളെ പോകും, മറ്റന്നാള് പോകും, അടുത്ത ദിവസം പോകുമെന്ന് റമദാൻ പറയാണ്. ഓ അല്ലാഹ്, ഒരു വിരുന്നുകാരി വീട്ടിൽ വന്നാൽ, കുറച്ച് ദിവസം താമസിച്ചാൽ ആ വിരുന്നുകാരി പറയുന്നു, എനിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. അതേ നാട്ടിൽ ലീവിന്
വന്നതാ വിദേശി. അതേ അദ്ദേഹത്തിന്റെ അതാ ലീവിന്റെ അവധി കഴിഞ്ഞാൽ ഒരു ഗൾഫിൽ നിന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നാൽ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് രണ്ടാമത്തെ ചോദ്യം എന്താണ്? എത്ര ലീവുണ്ട് എന്നാ പോവാ അല്ലേ? അങ്ങനെ ചോദിക്കുക. ഇപ്പം പോകായിട്ട് നമുക്ക് ഭയങ്കര തിരക്കാ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചോദിക്കുമ്പോൾ വല്ലാത്തൊരു മാനസികമായ പ്രയാസം ഉണ്ടാവും ഏത് പ്രവാസിക്കും. അങ്ങനെ ചോദിക്കരുത്, കിട്ടണല്ലേ? എന്നോട് പലരും പ്രവാസികൾ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങൾ നാട്ടിലെത്തിയാൽ ആദ്യം നിന്നെ സുഖവിവരം അന്വേഷിച്ച് രണ്ടാമത് ചോദിക്കുക എപ്പോഴാ പോണേ, ലീവ് തോന്നുന്നുണ്ടോ? ലീവ് തോന്നണ്ടേ? നമ്മക്ക് എന്താണ്? നമ്മളിങ്ങനെ ചോദിക്കാൻ നിൽക്കണേ. ഓൻ വന്ന് ഓന്റെ പൈസ കൊണ്ട് ഓൻ ടിക്കറ്റ് എടുത്ത് ഓൻ വന്ന് ഓന്റെ സമയമാകുമ്പോൾ പോയിക്കോളൂ. നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. എത്ര ലീവ് ഉണ്ട്, ഇപ്പളാ വന്ന് ഇപ്പളാ പോണേ, ഇതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യം എന്താണ്? ഒന്നും അറിയണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രവാസികൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല, കിട്ടണല്ലേ? അത് ഒരിക്കലും അത് പ്രവാസികളുടെ മനസ്സിൽ തട്ടുന്ന ചോദ്യമാണ് എന്ന് നിങ്ങളെ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല എല്ലാ പ്രവാസികൾക്കും മനസ്സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമദാൻ വിരുന്നുകാരനെ പോലെ വന്നിട്ട് ഒരു മാസത്തെ ഒരു മാസത്തേക്ക് വന്നിട്ട് റമദാൻ അങ്ങ് പോകുമ്പോൾ ഞാനിതാ പോവുകയാണ്. പോകുന്ന സമയത്ത് എന്താ പറയുന്നത്? പോകുമ്പോൾ എന്താ പറയുന്നത്? നാളെ മഹ്ശറയിൽ വെച്ച് കാണാം, നാളെ മഹ്ശറയിൽ വെച്ച് കാണാം, നാളെ മഹ്ശറയിൽ വെച്ച് കാണാം. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. കാണുമ്പോൾ മഹ്ശറയിൽ നിന്ന് ജനങ്ങൾ ചോദിക്കുന്നു, യാ അല്ലാഹ്, റമദാൻ നാളെ മഹ്ശറയിലേക്ക് വരുന്നു. വന്നിട്ടതാ മോമിനായ മനുഷ്യനോട് ചോദിക്കുന്നു. അതേ മോമിനായ മനുഷ്യന്റെ രൂപത്തില്, നല്ലൊരു ചെറുപ്പക്കാരന്റെ രൂപത്തില് നാളെ റമദാൻ വന്നിട്ട് ചോദിക്കുകയാണ്, യാ അല്ലാഹ്, ഫയഖൂലൂന നബിയ്യുൻ അം റസൂലുൻ അം മലക്കുൻ. ഓ അല്ലാഹ്, വന്നതാരാണ്? നബിയാണോ, റസൂലാണോ, മലക്കാണോ? അതേ ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കോലത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ വന്നത് നബിയാണോ, റസൂലാണോ, മലക്കാണോ? അപ്പോഴാണ് അള്ളാന്റെ മറുപടി. അതേ അള്ളാന്റെ മറുപടി, ശഹ്റു റമദാൻ, ശഹ്റു റമദാൻ, ശഹ്റു റമദാൻ. ആ റമദാൻ നാളെ മഹ്ശറിൽ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സുജൂദിൽ കിടക്കുന്നു, കരയുന്നു. കരയുമ്പോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. റമദാൻ മാസത്തോട് ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്നു, എന്റെ കൂട്ടുകാർ, എന്നെ സ്നേഹിച്ചവർ, എന്നെ ആദരിച്ചവർ, എന്നെ ബഹുമാനിച്ചവർ, എന്നെ അലങ്കരിച്ചവർ, എന്നെ ഇഷ്ടപ്പെട്ടവർ, എന്നെ തോളിലേറ്റിയവർ, എന്നെ നെഞ്ചിലേറ്റിയവർ, എന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചവർ, എന്നെ മനസ്സുകൊണ്ട് അടുത്തവർ, അഞ്ച് അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു. റമദാൻ പറയാണ് അവർക്ക് 5 അനുഗ്രഹങ്ങൾ കൊടുക്കണം. അല്ലാഹു സമ്മതിക്കുന്നു. അതെ, അല്ലാഹ് പറയാണ്, ഞാൻ കൊടുക്കാം. ശഹ്റു റമദാൻ, ഞാൻ കൊടുക്കാമല്ലോ, ഞാൻ കൊടുക്കാമല്ലോ. റമദാൻ അതെ അവരെ തേടിയെത്തുകയാണ്. അല്ലാഹുവിന്റെ കോടതിയില് നമ്മളെ കൈപിടിച്ച് റയ്യാനാകുന്ന കവാടത്തിലൂടെ കൊണ്ടുപോവുകയാണ്. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഓ ഉമ്മ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പ്രസംഗം കേൾക്കുന്ന മോമിനീങ്ങളോട്, മോമിനാറ്റുകളോട് ചോദിക്കുന്നു. റമദാൻ അവസാനത്തെ 10 അതാ വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര പേരാ റബ്ബിനെയോട് കരഞ്ഞത്? എത്ര പേരാ റബ്ബിനെയോട് കരഞ്ഞത്? എത്ര പേരാ നരകത്തിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞത്? എത്ര പേരാ നരകത്തിന്റെ ശിക്ഷയോർത്ത് വിഷമം അനുഭവിച്ചത്? നരകത്തിന്റെ ശിക്ഷയോർത്ത് പാതിരാ സമയത്ത് കരഞ്ഞതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളെ പറ്റാ പാതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടില് അതാ കരഞ്ഞില്ലേ?
സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞില്ലേ, അതേ അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരഞ്ഞില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞില്ലേ, അതേ റസൂലുള്ളാഹിന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ അതേ റസൂലുള്ളാഹ് ആയിഷ ബീവിയുടെ മടിയിൽ അങ്ങ് തല വെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവിയുടെ കയ്യതാ റസൂലുള്ളാഹിന്റെ മുടിയുടെ ഇടയിലൂടെ അതാ പാർന്നു വെക്കുകയാണ്, മുടി ചീകി കൊടുക്കുകയാണ്. ആ സമയത്ത് ആയിഷത്തു സിദ്ദീഖ അതേ നരകത്തിനെ ഓർത്ത് പോയല്ലോ, ആഖിറത്തിനെ ഓർത്ത് പോയല്ലോ. അതേ സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പുതിയ ബൈപ്പാസ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ആ ബൈപ്പാസിന് മുഴുവനും ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ ക്യാമറ? അവന്റെ കാറ് അനുവദിച്ച സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വിടുന്നുണ്ടോ? അവൻ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അവൻ ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ? അവനെ അതാ ഡ്രൈവിംഗിന്റെ മുഴുവൻ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ ക്യാമറയാണ്, മീൻ മാർക്കറ്റിൽ ക്യാമറയാണ്, അതേ എല്ലാ സ്വർണ്ണക്കടയിലും ക്യാമറയാ. ഒരാൾക്കും ഒരു സാധനവും മേടിക്കാൻ കഴിയില്ല, ഒന്നും മേടിക്കാൻ അവിടെ നിന്ന് കഴിയില്ല. എന്താ കാരണം? ക്യാമറയില്ലതാ കുടുങ്ങും. അല്ലാ, പള്ളികളിൽ വരെ ഇന്ന് ക്യാമറകളാണ്, ഇന്ന് ക്യാമറകളാണ്. വലിയ വലിയ ഹോട്ടലിൽ കയറിയാലോ അവിടെയും ക്യാമറകളാണ്. നമ്മളൊക്കെ പേടിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത്, എന്റെ പ്രിയപ്പെട്ട മോമിനെ, നമ്മളെ ശരീരത്തിൽ 2 ക്യാമറയുണ്ട്. ആ ക്യാമറ ബാറ്ററി തീരാത്ത ക്യാമറയാണ്, ചാർജ് തീരാത്ത ക്യാമറയാണ്. ആ ക്യാമറ നിയന്ത്രിക്കുന്നവൻ ആരാണെന്നറിയുമോ? റഖീബ് അതീദ് അലൈഹിസ്സലാം. ആ ക്യാമറയിൽ ഈ പ്രസംഗിക്കുന്ന എന്റെ പ്രസംഗം ക്യാമറയിലുണ്ട്. ഞാനിന്ന് വന്നത് ക്യാമറയിലുണ്ട്, ഞാനിന്ന് എഴുന്നേറ്റത് ക്യാമറയിലുണ്ട്. എന്റെ അതാ 53 കൊല്ലത്തെ പ്രവർത്തനങ്ങളെ മുഴുവനും ക്യാമറയിലുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. ആ ക്യാമറയിൽ പതിഞ്ഞത് മയക്കാൻ രാജാവായ അല്ലാഹുവിനല്ലാതെ കഴിയില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ, അതേ പള്ളിയിൽ സലാത്ത് നടക്കുമ്പോ, പള്ളിയിൽ നല്ല നല്ല ദിക്റുകൾ നടക്കുമ്പോ, ആ പള്ളിയുടെ മുന്നിലൂടെ മുണ്ടും മാടി കെട്ടിപ്പോയ ഞാനും നിങ്ങളും പള്ളിയിലെ ഉസ്താദ് നല്ല സദസ്സിലേക്ക് വിളിച്ചപ്പോ ആ സദസ്സ് ധിക്കരിച്ച പോയ ഞാനും നിങ്ങളും പള്ളിയിൽ നിന്ന് മനോഹരമായി കുറച്ചാളുകൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ഈ പള്ളിയുടെ പുറത്ത് റോട്ടിൽ വെച്ചിട്ട് നിന്റെ കൂട്ടുകാരോടൊത്ത് നീ കുശലം പറഞ്ഞിരുന്നതും, നീ അതാ തണ്ട് പറഞ്ഞിരുന്നതും, നീ അതാ പലതും സ്വറ പറഞ്ഞിരുന്നതും, എല്ലാ മുഅ്മിനീങ്ങളും മൽഖഫ് ഓതാൻ വേണ്ടി പള്ളിയിലേക്ക് നേരത്തെ പോയപ്പോ നീ പള്ളിയിൽ നിന്ന് ഡ്രസ്സും മാറ്റി വന്നിട്ട് അങ്ങാടിയിലെ പെട്ടിക്കടയിൽ ഇരുന്നിട്ട് സ്വറ പറഞ്ഞിരുന്നതും, ബാങ്കിലേക്ക് അതാ സ്വർണം പണയം വെക്കാൻ പോയതും, അന്യ പെണ്ണിനെ കണ്ടതും അതാ നോക്കിയതും പിടിച്ചതും, അന്യ പെണ്ണിനോട് കൂടെ പാപ്പ കാണാതെ ഉമ്മ കാണാതെ ചേട്ടൻ കാണാതെ അനുജൻ കാണാതെ ആരും കാണാതെ വലസിയതും, നിന്റെ അതാ ഭാര്യ കാണില്ല, നിന്റെ മക്കള് കാണില്ല. അതേ, ഞാൻ വിദേശത്താണുള്ളത്, ഞാനൊരു പെണ്ണിനെയും പിടിച്ചങ്ങ് പോകട്ടെ, ഞാൻ പെണ്ണുള്ള സ്ഥലത്തേക്ക് പോകട്ടെ, ഞാനതാ പടച്ചറബേ പതാ പെണ്ണ് കാണാതെ മക്കള് കാണാതെ കെട്ടിയ പെണ്ണ് കാണാതെ അത് അന്യ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് അതാ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും നോക്കിയിട്ട് രസിച്ചതും രുചിച്ചതും കളിച്ചതും മതിച്ചതും ആർമാദിച്ചതും
ക്യാമറയിൽ പതിഞ്ഞുപോയി മനുഷ്യ, ക്യാമറയിൽ പതിഞ്ഞുപോയി മനുഷ്യ. നിനക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ 500 രൂപ ഫൈൻ വരുമെന്ന് വിചാരിച്ചിട്ട് ക്യാമറയുടെ അടുത്തെത്തുമ്പോ നീ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് ഇടുന്നു. എന്നാൽ ആ ക്യാമറയേക്കാൾ വലിയ ക്യാമറ, ആ ക്യാമറയേക്കാൾ വലിയ ക്യാമറ, ആ ക്യാമറയുടെ ക്ലിയറിനേക്കാൾ വലിയ ക്ലിയർ, അങ്ങനെയുള്ള ക്യാമറ, ആ ക്യാമറ നിന്റെ ശരീരത്തിലുണ്ട്, മറക്കണ്ട. നിന്റെ ഇടത്തും വലത്തുമുണ്ട്, മറക്കണ്ട. ഓർക്കണേ, ഓർക്കണേ, ഓർക്കണേ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലാണ്, 2 or 3 മക്കളുണ്ട്. ആ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിലാരുമില്ല, വീട്ടിലാരുമില്ല. കഥകടച്ചു പോയി, കഥകടച്ചു പോയി. അതേ, അതായത് ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഏതെങ്കിലും അപരിചിതനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആർമാദിച്ചതും ആരും കണ്ടിട്ടില്ലെന്ന് നീ നടിക്കണ്ട, ആരും കേട്ടിട്ടില്ലെന്ന് നീ നടിക്കണ്ട. നീ ആർമാദിച്ചത് മുഴുവനും എ മുതൽ സെറ്റ് വരെ, എ മുതൽ സെറ്റ് വരെ നിന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് പെണ്ണ്. അതേ, നിന്റെ കൂടെ ആർമാദിച്ചവന്റെയും ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. മഖാഫാത്തു റബ്ബി, മഖാഫാത്തു റബ്ബി. നിന്റെ റബ്ബിനെ നീ പേടിച്ചോ, നിന്റെ റബ്ബിനെ നീ പേടിച്ചോ. വയലിന് വരുന്നുണ്ട്, ശരി തന്നെയാണ്. ക്ലാസ്സിന് വരുന്നുണ്ട്, ശരി തന്നെയാണ്. മക്കാമുകളിലേക്ക് പോകുന്നുണ്ട്, ശരി തന്നെയാണ്. നേർച്ചകളും വഴിപാടുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്, ശരി തന്നെയാ, ശരി തന്നെയാ. അവിടെയൊക്കെ പോയിട്ടും ആർമാദിക്കുകയാണെങ്കിൽ അവിടെയൊക്കെയും പോയിട്ട് നിന്റെ ശരീരത്തിന്റെ തുടിപ്പും വെടിപ്പും, നിന്റെ ശരീരത്തിന്റെ വെളുപ്പും കറുപ്പും ചുവപ്പും കലർന്ന നിറങ്ങളൊക്കെ വെളിവാക്കിയിട്ട് അന്യാണുങ്ങളെ ആകർഷിപ്പിക്കാനാണെങ്കിൽ രക്ഷയില്ല പെണ്ണ്, രക്ഷയില്ല പെണ്ണ്. ഭർത്താവ് ഗൾഫിലാ, ഭർത്താവ് ഗൾഫിലാ. നീ എന്ത് ആർമാദിച്ചാലും ഭർത്താവ് അറിയില്ല. വയസ്സായ ഉമ്മയും വാപ്പയും അതേ അറിയില്ല. ചെവി കേൾക്കാത്ത, അതേ കണ്ണ് കാണാത്ത വാപ്പയും ഉമ്മയുമാണ് നിന്റെ വീട്ടിൽ വരുന്നവരെ പറ്റി, നീ അതാ സംസാരിക്കുന്നവരെ പറ്റി അവർക്കറിയില്ലെങ്കിലോ നീ വിചാരിക്കുന്നവോ അല്ല കാണൂലെന്ന് വിചാരിക്കണ്ട. യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖഫിസ് സുദൂർ, വമാ തുഖഫിസ് സുദൂർ. ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും, ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതിനെയും, അതേ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെയും, രഹസ്യങ്ങളുടെ ഉള്ളറയുടെ അറകളുടെ ഉള്ളറയുടെ അറ മുഴുവനും അറിയുന്ന റബ്ബ്. പാറക്കെട്ടുകൾക്കടിയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ചെറുചെറുമ്പിന്റെ ചലനം മുതൽ, അതേ ചെറിയ ഉറുമ്പിന്റെ കാഴ്ച മുതൽ, ആദ്യ കടലിന്റെ അടിയിലൂടെ ഓളിയിട്ട് പറക്കുന്ന ചെറു മത്സ്യത്തിന്റെ വിവരം വരെ അറിയുന്ന റബ്ബുണ്ടല്ലോ. എന്നെ കാണുന്നു, നിന്നെ കാണുന്നു. റബ്ബിനെ പറ്റിച്ചിട്ട് ഒരു കള്ളം കുടിക്കാൻ കഴിയില്ല, ഒരു കഞ്ചാവും വലിക്കാൻ കഴിയില്ല, ഒരു തോന്നിവാസവും ചെയ്യാൻ കഴിയില്ല. റബ്ബ് കാണുമേ അല്ലാഹ്, ജല്ല ജലാലായ റബ്ബ് കാണുമെന്ന് പെണ്ണേ നിനക്ക് ഓർമ്മ വേണം, പെണ്ണേ നിനക്ക് ഓർമ്മ വേണം. യുവാക്കളെ നിങ്ങൾക്ക് ഓർമ്മ വേണം. അതേ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, അതേ യുവതികളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുൾ കൈ ഷർട്ടും ഇട്ടിട്ട് നല്ല രീതിയിൽ മഫ്തയും കുത്തിട്ട് വേഗം തൂക്കിയിട്ട് കോളേജിലേക്കെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ, അതേ ട്രെയിനിൽ കയറിയിട്ട് നിന്റെ കാമുകന്റെ അരികത്തേക്ക് നീ നടന്നു നീങ്ങുമ്പോ ആ മഫ്തയെടുത്ത് ബാഗിൽ വെക്കുന്നു. നിന്റെ രൂപം മാറുന്നു, കാണാൻ ആരുമില്ല എന്ന് ചിന്തിച്ചു പോകണ്ട, കേൾക്കാൻ ആരുമില്ലെന്ന് ചിന്തിച്ചു പോകണ്ട. റബ്ബ് കാണുമല്ലോ, റബ്ബ് കാണുമല്ലോ. നിങ്ങളൊക്കെ കേൾക്കണേ, കാണണേ. നിങ്ങൾ
കണ്ടില്ലേ? ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലേ? ഒരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് നിഷ്ഠൂരമായി, നിഷ്ക്രിയമായി, നീചമായി കൊലപ്പെടുത്തിയത്. അതേ വേറൊരു നിക്കാഹ് ചെയ്തിട്ട് ആ നിക്കാഹ് ചെയ്ത ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ട് ഈ കാമുകന്റെ കൂടെ പോകണ്ടാന്ന് ഒരു നാട് മുഴുവനും പറഞ്ഞു, ഒരു കുടുംബം മുഴുവനും പറഞ്ഞു, ചേട്ടത്തി പറഞ്ഞു, അനുജത്തി പറഞ്ഞു, അമ്മാവന്മാര് പറഞ്ഞു, അതേ വിവരമുള്ളവരൊക്കെ പറഞ്ഞു, പാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു. പാപ്പാന്റെ കയ്യും തട്ടിയിട്ട് ഉമ്മാന്റെ കയ്യും തട്ടിയിട്ട് എനിക്ക് അവനെ മതിയെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ആ 3 വയസ്സായ കുട്ടിയുടെ കുട്ടിക്കുമ്മ എവിടെ? ആ 3 വയസ്സായ കുട്ടിക്കമ്മ എവിടെ? നിങ്ങൾ നോക്ക, ഇതല്ലേ ലോകത്ത് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ ചവിട്ടിത്തേക്കണ്ട, പാപ്പാനെ തട്ടി മാറ്റണ്ട, ഉമ്മാനെ തട്ടി മാറ്റണ്ട. നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട്, ഒരു സെക്കൻഡ് സുഖത്തിന് വേണ്ടിയിട്ട് ഇന്നലകളിൽ കണ്ടുമുട്ടിയ, ബസ്സിൽ നിന്ന് കണ്ടുമുട്ടിയ, കോളേജിൽ നിന്ന് കണ്ടുമുട്ടിയ, വഴിയരികിൽ നിന്ന് കണ്ടുമുട്ടിയ കാമുകനോട് ഉല്ലസിക്കണ്ട, ആർമാദിക്കണ്ട. റബ്ബ് കാണുന്നുണ്ടെന്നുള്ള ബോധം നിനക്ക് വേണോ? റബ്ബ് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ ക്യാമറ, ആ ക്യാമറയിൽ പതിഞ്ഞതാ, ആ ക്യാമറയിൽ കുടുങ്ങിയാൽ രക്ഷയില്ലല്ലോ. ദുനിയാവിലെ ക്യാമറ മയക്കാൻ കഴിയും, അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും, FIR മാറ്റി എഴുതാൻ കഴിയും, ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് കേസ് വാദിച്ച് വിജയിക്കാൻ കഴിയും. വക്കീലിന് പൈസ കൊടുത്ത് വക്കീലിനതാ സോപ്പിട്ടാൽ, ജഡ്ജിനെ സോപ്പിട്ടാൽ ഒരു പക്ഷേ കേസ് മാറ്റി പറയാൻ കഴിയും. അല്ലാഹുവിന്റെ കോടതിയിൽ മാറ്റി പറയലില്ല, തെറ്റി പറയലില്ല, ഒന്നും പറയലില്ല, ഒരധികാരവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട